കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 5th സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ലോസ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും ബാഡ് ആണെങ്കിലും ഗുഡ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ജസ്റ്റ് റിവ്യൂ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ മൊഡ്യൂൾ വൈസ് ചാപ്റ്റേഴ്സ് ആയിരിക്കും. അല്ലാന്ന് വെച്ചാൽ നോർമൽ സാധാ പുറമെന്ന് വാങ്ങുന്ന ടെക്സ്റ്റ് ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, രണ്ടിലും കണ്ടൻറ്റ് സെയിം ആണ്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇൻകം ടാക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻകം ടാക്സ് തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേര്. അതായത് ഇൻകം ടാക്സിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും ഡെഫിനിഷനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസുകളാണ് ആദ്യം പഠിക്കേണ്ടത്. ഫസ്റ്റ് കാര്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ. അതായത് ഒരു വ്യക്തിയുടെ ഇൻകത്തിന്മേ അടയ്ക്കുന്ന ടാക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ ഇൻകത്തും അടയ്ക്കുന്ന ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസും അടയ്ക്കുന്ന ടാക്സ്. അതായത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് പോയിട്ടൊരു എക്സാമ്പിളായിട്ടൊരു സോപ്പ് അല്ലെങ്കിൽ ഒരു പേസ്റ്റ് വാങ്ങാമെന്ന് വിചാരിക്കുക. അതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവരാണ് പിന്നെ ഗവൺമെൻറ്റിലേക്കൊക്കെ കൊണ്ട് അടയ്ക്കുന്നത് അല്ലേ. അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുക. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് എക്സൈസ് ഡ്യൂട്ടി, GST, കസ്റ്റം ഡ്യൂട്ടി ഒക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിൾ. ഇനി പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ് അറൗണ്ട് സെയിം പേഴ്സൺ. അതായത് അത് ആർക്കാണ് ഇൻകം ഉണ്ടാകുന്ന ആ വ്യക്തിയാണ് ടാക്സ് അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസിഡൻറ്റും ഇമ്പാക്റ്റും ഒരു വ്യക്തിക്ക് തന്നെയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഇൻസിഡൻസും ഇമ്പാക്റ്റും എന്താണ്, രണ്ട് വ്യക്തി എന്നല്ല ഡിഫറെൻറ്റ് പേഴ്സൺസിനാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബേർഡൻ ഓഫ് ഡയറക്റ്റ് ടാക്സ് കനോട്ട് ബി ഷിഫ്റ്റഡ്. അതായത് നമുക്ക് ഈ ഇൻകം ടാക്സ് മറ്റൊരാൾക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ആർക്കാണോ ഇൻകം കിട്ടണേ ആൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് അടയ്ക്കണം, അങ്ങനെയാണ്. ബട്ട് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ കടക്കാരൻ നമ്മൾക്ക് ആ ഭാരം തരികയാണ്, നമ്മളാണ് ടാക്സ് അടച്ചിട്ട് അയാൾക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് നേച്ചറാണ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് റിഗ്രസീവ് നേച്ചറാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറ് MCQയിലൊക്കെയാണ്. CBDTയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്ന്. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതോറിറ്റീനെ അല്ലെങ്കിൽ അപ്പെക്സ് ബോഡീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, CBDT എന്ന് പറയാം. ജസ്റ്റ് അതിൻ്റെ ഫുൾ നെയിം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി MCQ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ നമുക്കിനി അടുത്തത് ഇൻകം ടാക്സിലെ കുറച്ച് ഡെഫിനിഷൻസുകൾ നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് ചാർജ് ചെയ്യുക. മൊത്തം എത്ര ഇൻകം ഉണ്ടോ അതിനെയാണ് നമ്മൾ ടാക്സ് കാണുക. അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ആക്ട് പ്രകാരം പ്രത്യേകിച്ച് ഇൻകത്തിനെ കുറിച്ച് പറയണില്ലെങ്കിലും താഴെ പറയുന്ന ഇൻകത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വഴിക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു CA കാരൻ അല്ലെങ്കിൽ ഒരു CMA കാരൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൊഫഷണൽസിന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് കിട്ടുന്ന ഇൻകമൊക്കെ എന്താണ്, ഇൻകമായിട്ട് കൂട്ടും, അതിന് ടാക്സ് അടയ്ക്കണം. ദെൻ എന്തെങ്കിലും ഡിവിഡൻഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാലൊക്കെ അതിന് ടാക്സ് കൊടുക്കണം. ദെൻ എന്തെങ്കിലും ചാരിറ്റബിൾ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റ് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ, ട്രസ്റ്റുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ റിസീവ് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസിനും എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ദെൻ സാലറിക്ക് പുറമേ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിലെ പാർട്ട്ണർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷനൊക്കെ ടാക്സ് കൊടുക്കണം. ദെൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് നമ്മുടെ നിന്ന് നമ്മൾ വിറ്റിട്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതിനും ടാക്സ് കൊടുക്കണം. ദെൻ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് അവിടുത്തെ ബിസിനസ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും പ്രോഫിറ്റും ഗെയിനും ഉണ്ടാവുകയാണെങ്കിൽ അതിനും ടാക്സ് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ബെറ്റിങ് ചെയ്തു, ഗാംബ്ലിങ് ചെയ്തു, കാർഡ് ഗെയിം ചെയ്തു, അങ്ങനെ എന്തെങ്കിലും ഇൻകം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനും ടാക്സ് കൊടുക്കണം.
ഡീംഡ് ഇൻകം, അതായത് ഇൻകമായിട്ട് നമ്മൾ കുറച്ച് ഇൻകത്തിന് നമ്മൾ ഇൻകമായിട്ട് ഡീം ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഇൻകത്തിനും ടാക്സ് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും പ്രൊവിഡൻറ്റ് ഫണ്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. ദെൻ കീമൻ ഇൻഷുറൻസ് പോളിസി പ്രകാരം എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്താൽ അത് ഇൻകമാണ്, അതിന് ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് ക്യാരി ചെയ്യാത്ത വേറെ എന്തെങ്കിലും അഗ്രിമെൻറ്റ് പ്രകാരം എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്താലും അതിനും ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ ഡയറക്ടറോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ സബ്സ്റ്റൻഷ്യൽ ഇൻട്രസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയോ അവരുടെ റിലേറ്റീവോ ആ ഡയറക്ടറുടെ റിലേറ്റീവിനോ എന്തെങ്കിലും ബെനിഫിറ്റ് ഓർ പെർക്യൂസിറ്റി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ദെൻ ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ HUFനോ ഗിഫ്റ്റ് കിട്ടുന്നത് 50,000 മേലെയാണെങ്കിൽ അതും ഒരു ഇൻകമാണ്, അതിനും ടാക്സ് കൊടുക്കണം. ദെൻ നമ്മളെന്തെങ്കിലും ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടും കൂടുതൽ വാല്യൂവിനാണെങ്കിൽ ആ കൺസിഡറേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഇൻകമാണ്, അതിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഇതാണ് ഇൻകം കാറ്റഗറിയിൽ വരുന്നത്. ദെൻ രണ്ടാമത്തെ ഡെഫിനിഷനാണ് എന്താണ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ ഇൻകത്തിൽ വരിക എന്ന് വെച്ചാൽ റെൻ്റ് ഓർ റവന്യൂ ഡിറൈവ്ഡ് ഫ്രം ലാൻഡ് വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ. അതായത് ഇന്ത്യയിലുള്ളൊരു ലാൻഡ് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാൻഡാണ്. ആ ലാൻഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റെൻ്റോ റവന്യൂ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം അതിന് ടാക്സ് കൊടുക്കണ്ട. ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ്. അതായത് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് എന്തെങ്കിലും ആ ലാൻഡിൽ നടത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഇൻകം ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതും അഗ്രികൾച്ചറൽ ഇൻകം ആണ്, ടാക്സ് കൊടുക്കണ്ട. ദെൻ ഇനി ഇൻകം ഫ്രം എ ഫാം ഹൗസിൽ നിന്നുള്ള ഇൻകം ഒക്കെ എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്. ദെൻ അതുപോലെ തന്നെ താഴെ പറയുന്നത് ഇനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സാപ്ലിംഗ് ഓർ സീഡ്ലിംഗ് ഗ്രോൺ ഇൻ എ നഴ്സറി. നഴ്സറിയിൽ നമ്മൾ സാപ്ലിങ്ങും സീഡ്ലിങ്ങും ഒക്കെ ചെയ്യില്ലേ, അതും എന്താണ്, അഗ്രികൾച്ചറൽ ഇൻകം ആണ്, അതിനും ടാക്സ് കൊടുക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഗ്രികൾച്ചറൽ ഇൻകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 3 മാർക്കൊക്കെ ആയിട്ട് എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഇതിലെ ഡെഫിനേഷനുകൾ നമുക്ക് ഏത് ഡെഫിനേഷൻ ആണെങ്കിലും 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വരാം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനേഷനുകൾ. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺസ്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 7 പേഴ്സൺസ് ആണ്, 7 ആൾക്കാരാണുള്ളത്, 7 വ്യക്തികളാണുള്ളത്. അതിന് 7ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്, നമ്മുടെ പോലെയുള്ള ഫീമെയിൽ, മെയിൽ, മൈനർ, മേജർ ആയിട്ടുള്ള നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് ഇൻഡിവിജ്വൽ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ HUF. അതായത് ഹിന്ദു ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ HUF എന്ന് പറയുന്നത്. അതിലെ മാനേജറെ നമ്മൾ എന്താണ് പറയുക, കർത്ത എന്ന് പറയും. അതിലെ മെമ്പേഴ്സിന് നമ്മൾ എന്തെന്ന് പറയും, കോപാഴ്സണേഴ്സ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് പേഴ്സൺ ആണ് കമ്പനി എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കമ്പനി എന്ന് പറയുന്നത്. സോ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺസിനെയാണ് കമ്പനി എന്ന് പറയാം. ദെൻ നാലാമത്തെ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേം ആണ്. അതായത് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം പ്രോഫിറ്റ് ഷെയർ ചെയ്യാമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് 2 or more പാർട്ട്നേഴ്സ് ഫോം ചെയ്തിട്ടുള്ള ഒരു എൻറ്റിറ്റിനെയാണ് ഫേം എന്ന് പറയാം. ദെൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആൻഡ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. AOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം അസോസിയേഷൻ, ഒരു പേഴ്സൺസിൻ്റെ ഒരു അസോസിയേഷനെയാണ് AOP എന്ന് പറയുന്നത്. ഇനി AOP എന്ന് പറഞ്ഞാൽ ഫേം ആവാം, കമ്പനി ആവാം, ഇൻഡിവിജ്വൽ ആവാം, ആര് വേണമെങ്കിലും ആവാം. ഇൻഡിവിജ്വൽ ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്, അതിൽ മെമ്പർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആവാം, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. ദെൻ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cannot have non-individual as its members. Only natural human being can be member of body of individual. അതായത് നോൺ ഇൻഡിവിജ്വൽ അല്ലാത്തവർ എന്താവാൻ പാടില്ല, ബോഡി ഓഫ് ഇൻഡിവിജ്വലിൽ മെമ്പർ ആവാൻ പാടില്ല. ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ അല്ലാത്തവർ ബോഡി ഓഫ് ഇൻഡിവിജ്വലിലെ മെമ്പർ ആവാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ തന്നെ ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇൻഡിവിജ്വൽ ആയിരിക്കും ബോഡി ഓഫ് ഇൻഡിവിജ്വലത്തെ മെമ്പർ എന്ന് പറയുന്നത്. ദെൻ ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, കോർപ്പറേഷൻ ഒക്കെയാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസിനൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് 7 പേഴ്സൺസിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാം കേട്ടോ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസി. എന്താണ് അസസി? ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസസി എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് പേ ചെയ്യാനായിട്ട് ലയബിൾ ആയിട്ടുള്ള വ്യക്തിനെയാണ് നമ്മൾ അസസി എന്ന് പറയാം. ഇനി 4 ടൈപ്പ് അസസി ഉണ്ട്. ഒന്നാമത്തെ
നോർമൽ SSE, അതായത് നോർമൽ ഇൻകം ടാക്സ് പ്രകാരം ടാക്സ് അടയ്ക്കാനായിട്ട് ലയബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് നോർമൽ SSE എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് SSE എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക്, ഒരു തേർഡ് പാർട്ടിക്ക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ടാക്സ് അടയ്ക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് SSE എന്ന് പറയുന്നത്. ദെൻ ഡീംഡ് SSE എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആള് എന്തല്ല, ലീഗൽ ഓണർ അല്ല, ബട്ട് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ടത് ആരായിരിക്കും, ആ വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിനെയാണ് ഡീംഡ് SSE എന്ന് പറയുന്നത്. ദെൻ SSE ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രകാരം ടാക്സ് അടയ്ക്കാനോ അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാനോ ഫെയിലായിട്ടുള്ള, ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള SSEനെയാണ് SSE ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് SSE എന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് SSEs ഏതാണെന്നും പഠിക്കാം. ദെൻ അഞ്ചാമത്തെ ഡെഫിനിഷനാണ് എന്താണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് പ്രകാരം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ ടോട്ടൽ ഇൻകത്തുമ്മേ എത്ര ടാക്സ് അടയ്ക്കണം എന്ന് കമ്പ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടേമാണ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ മീൻസ് ദ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ ആൻഡ് കമ്മിങ് ടു ആൻ എൻഡ് ഓഫ് 31st March ഓഫ് നെക്സ്റ്റ് ഇയർ. അതായത് ഒരു വർഷത്തെ ഫസ്റ്റ് ഏപ്രിൽ തൊട്ട് അടുത്ത വർഷത്തെ 31st March വരെയുള്ള ആ ഒരു 12 മാസം അല്ലെങ്കിൽ ആ ഒരു വർഷത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ 2024 ആണല്ലോ, ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏപ്രിൽ 2024 തൊട്ട് 31st March 2025 വരെയാണ് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. കാരണം നമുക്ക് ഈ ഒരു ഇൻകം ടാക്സിൽ തന്നെ മെയിൻ കൺസെപ്റ്റ് അതാണ്. അതായത് പ്രീവിയസ് ഇയറിലെ ടാക്സ് ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക, അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് കൊടുക്കുക. ഓക്കെ, പ്രീവിയസ് ഇയറിലെ ഇൻകത്തിനാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് അടയ്ക്കേണ്ടത്. സോ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുൻപത്തെ ആ ഒരു വർഷത്തിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയാം. ഇപ്പോഴത്തെ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എത്രയാണ് പറഞ്ഞത്, ഫസ്റ്റ് ഏപ്രിൽ 2024 തൊട്ട് 2025 മാർച്ച് 31st വരെ. സോ 2024-25 അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുന്നത്തെ വർഷം എന്ന് പറയുമ്പോൾ 2023-24 നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയറിൽ ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അസസ്മെൻറ്റ് ഇയറിലാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. ബട്ട് 4 സിറ്റുവേഷൻസ് പറയുന്നുണ്ട് ഈ ഒരു പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെൻറ്റ് ഇയറിലാണ് ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും മൊത്തത്തിലുള്ള റൂൾ എന്ന് പറയുന്നത്. പക്ഷെ 4 സിറ്റുവേഷനിൽ നമുക്കത് നോക്കണ്ട. എപ്പോഴാണോ നമുക്ക് ഇൻകം ഏൺ ചെയ്യുന്നത് അപ്പം തന്നെ നമുക്ക് ടാക്സ് കൊടുക്കാം. ഈ പ്രീവിയസ് ഇയറിൻ്റെ കൺസെപ്റ്റ് നോക്കണ്ടാത്ത 4 സിറ്റുവേഷൻസ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം ഫ്രം നോൺ റെസിഡൻറ്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. ഒരു ഷിപ്പിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരു നോൺ റെസിഡൻറ്റിൻ്റെ ഇൻകം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ കൺസെപ്റ്റ് നോക്കണ്ട. എപ്പോഴാണോ ഇൻകം ഏൺ ചെയ്യുന്നത് അപ്പം തന്നെ ആൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് അടയ്ക്കാവുന്നതാണ്. ദെൻ ഇൻകം ഓഫ് പേഴ്സൺ ലിവിങ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യ വിട്ടു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെയും പ്രീവിയസ് ഇയർ നോക്കണ്ട. ആ ഒരു ഇന്ത്യ വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് എന്ത് ചെയ്യാം, ആ ടാക്സ് അടച്ച് അവസാനിപ്പിക്കാം. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് പേഴ്സൺ ലൈക്ലി ടു ട്രാൻസ്ഫർ അസെറ്റ് ടു അവോയ്ഡ് ടാക്സ്. അത് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു വ്യക്തി ഒരാളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് ചെയ്യണ്ട, അവിടെയും പ്രീവിയസ് ഇയർ കൺസെപ്റ്റ് നോക്കണ്ട. അവിടെയും അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു എന്താ പറയുക, എന്നാണോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പ് തന്നെ ടാക്സ് അടച്ച് അവസാനിപ്പിക്കാം. പ്രീവിയസ് ഇയറിൽ എനിക്ക് അടുത്ത വർഷം ഞാൻ ടാക്സ് അടച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ്, പ്രൊഫഷൻ ഓർ വൊക്കേഷൻ. അതായത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാത്ത എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് നിർത്താൻ പോവുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ടാക്സ് അടച്ച് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ കൊല്ലത്തെ ടാക്സ് ഞാൻ അടുത്ത കൊല്ലം അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ലയാണ്. ഓക്കെ, അപ്പോൾ അതാണ് പ്രീവിയസ് ഇയറിൻ്റെ കൺസെപ്റ്റ് നോക്കണ്ടാത്ത 4 സിറ്റുവേഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസിനായാലും ഇമ്പോർട്ടൻ്റ് ആണ്, ദെൻ തിയറിക്കായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 5 ഹെഡുകൾ പഠിക്കാനുണ്ട്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡുകളുടെ ടോട്ടൽ ഇൻകം, അതായത് മൊത്തം എല്ലാ ഹെഡുകളെയും ഇൻകമുകൾ കൂട്ടിക്കിട്ടുന്നതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ടോട്ടൽ ഇൻകം. ആ കിട്ടിയിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും കുറച്ച് ഇളവുകൾ നമുക്ക് തരുന്നുണ്ട്. അതിനെയാണ് ഡിഡക്ഷൻ എന്ന് പറയാം. 80C മുതൽ 80U വരെ നമുക്ക് കുറച്ച് ഡിഡക്ഷൻ ഉണ്ട്. ചില കണ്ടീഷനൊക്കെ നോക്കിയിട്ട് മാത്രമേ ഡിഡക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. സോ ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C മുതൽ 80U വരെ നമ്മൾ കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിനെയാണ് എന്തെന്ന് പറയുക, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്.
ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെഫിനേഷൻ ആണ് എന്താണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ്. മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തി ടാക്സ് അടയ്ക്കാമെന്നറിയോ? ആ ഒരു വ്യക്തിക്ക് സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് റേറ്റുകളും കാര്യങ്ങളും കൊടുക്കും. അതായത് ആ ഒരു വ്യക്തിയുടെ ഇൻകം, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നതാണ്, നമ്മുടെ വയസ്സിനനുസരിച്ച് അതിൽ വ്യത്യാസം വരും കേട്ടോ, അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. അതായത് ഇപ്പോൾ 2,50,000 വരെ ടാക്സ് കൊടുക്കണ്ട, 2,50,000 തൊട്ട് 5 ലക്ഷം വരെ 5% ടാക്സ്, 5 ലക്ഷം തൊട്ട് 10% വരെ ഇത്ര ടാക്സ്, അങ്ങനെ അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇത് കഴിഞ്ഞാൽ അപ്പോൾ 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ ഇത്ര ശതമാനം ടാക്സ്, ദെൻ 10 ലക്ഷം എബവ് ആണെങ്കിൽ എബവ് എത്ര വരെ പോയാലും ഇത്ര ടാക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അതായത് ഏറ്റവും മാക്സിമം വരുന്നത് എപ്പോഴാണ്? 10 ലക്ഷത്തിനും കടന്നാൽ നമുക്ക് എന്താണ് ഇത്ര ശതമാനമാണ് ടാക്സ് വരുന്നത്, ഏറ്റവും ഹയസ്റ്റ് ടാക്സ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് സ്ലാബിനാണോ എന്താ പറയുക ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് നോക്കുക, ആ ഹയസ്റ്റ് സ്ലാബിന് എത്രയാണോ ടാക്സ് റേറ്റ് വരുന്നത് അതിനെയാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ സ്ലാബ് നോക്കുമ്പോൾ ഏതാണോ ഹയസ്റ്റ് സ്ലാബ് അതിന് നമ്മൾ എത്രയാണോ ടാക്സ് റേറ്റ് പറയുന്നത് ആ ടാക്സ് റേറ്റിനെയാണ് മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയാം. 3 മാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് ആ ടോട്ടൽ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണോ അതേ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 11 ഡെഫിനിഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരു ഡെഫിനേഷനും കൂടി പഠിക്കാനുണ്ട്, കാഷ്വൽ ഇൻകം എന്താണെന്നുള്ളത്. ഓക്കെ, നമ്മൾ വിട്ടുപോയി. കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ നോൺ റിക്കറിങ് ഇൻകം ഓർ ഇൻകം റിസീവ്ഡ് കാഷ്വലി, അതായത് നമുക്ക് കാഷ്വലി കിട്ടുന്ന അല്ലെങ്കിൽ ആവർത്തിച്ച് കിട്ടാത്ത, നോൺ റിക്കറിങ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാത്ത, വല്ലപ്പോഴും ഒരിക്കലും നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകം. ഓക്കെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാഷ്വലി നമുക്ക് കിട്ടുന്ന ഇൻകമാണ് കാഷ്വൽ ഇൻകം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് കാഷ്വൽ ഇൻകം എന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ കാർഡ് ഗെയിമിൽ ജയിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിം കളിച്ചിട്ട് പൈസ കിട്ടുക, ബെറ്റ് വെച്ചിട്ട് പൈസ കിട്ടുക, ഇതിനൊക്കെയാണ് എന്തെന്ന് പറയുക കാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 12 ഡെഫിനേഷൻസ് ആണ്, വളരെ ക്ലിയർ ആയിട്ട് നീറ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ക്ലാസ് എടുക്കുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടോപ്പിക്കും അതിൻ്റെ പ്രോബ്ലംസും നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി നിങ്ങൾക്ക് കാണാനായിട്ടൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ തിയറിയും അതിൻ്റെ പ്രോബ്ലംസും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഇടുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.